പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 19 വാക്യം നമുക്ക് വായിക്കാം. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 21 അതിൻ്റെ 19 വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു ഭാഗം കർത്താവിൻ്റെ വചനം നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഹാഗറിൻ്റെയും ഇഷ്മായേലിൻ്റെയുമായിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ. വചനത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗം നമുക്കറിയാം. അബ്രഹാം ഇവന് സാറാ നിമിത്തം, അല്ലെങ്കിൽ സാറാ പറഞ്ഞു, സാറായി ഹാഗറും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം അബ്രഹാം സാറയോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള പോലെ അവളോട് ചെയ്തു കൊള്ളുക, അവൾ നിന്റെ ദാസിയാവുന്നു. അവിടെ പ്രകാരം എന്ത് ചെയ്തു? അധികാലത്ത് തന്നെ അബ്രഹാം ഒരു അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് ഹാഗറിനെ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് പറഞ്ഞു വിട്ടു. വീട്ടിൽ നിന്ന് അവൾ എന്ത് ചെയ്തു? പുറപ്പെട്ട് ബർഷേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ചിന്തിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? കൂടുതൽ ചിന്തിക്കുമ്പം ആ ഒരു മരുഭൂമിയിൽ ഒരു മകനുമായിട്ട് ഒരു മാതാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷയും അവിടെ അസ്തമിച്ചു. ആമേൻ, സ്തോത്രം അല്ലേ. അങ്ങനെ അവിടെ കയ്യിൽ കൊടുത്തുവിട്ട പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അവളുടെ തുരുത്തിയിലെ ഒരപ്പവും അല്ലെങ്കിൽ ആ വെള്ളമെല്ലാം കഴിഞ്ഞു, തീർന്നു ഒരവസ്ഥ. ഇവൾ എന്ത് ചെയ്തു? തൻ്റെ ബാലൻ്റെ മരണം കാണാതിരിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്തു? ആ കുട്ടീനെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടിട്ട് കുറച്ച് ദൂരെ മാറി നിന്ന്, ഒരു അമ്പിൻ പാട് ദൂരത്ത് മാറി നിന്ന് മകൻ്റെ കരച്ചിൽ എനിക്ക് കാണണ്ട. ഹാഗറിൻ്റെ കരച്ചിൽ, മക്കളെക്കുറിച്ചുള്ള കരച്ചിലൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള അല്ലേ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി, ഇന്ന് ഹാഗറിനേക്കാൾ ഉപരി ഇഷ്മായേലിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ ഇഷ്മായേൽ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടു, അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ എവിടെ കിടക്കുവാണ്? കുറുങ്കാട്ടിൽ അവൻ കിടക്കുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവനെ കരയാന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അവൻ കരച്ചിലോടെ ഇവളും ഹാഗറും മാറി ഇരുന്ന് കരയുന്നു. അതോടൊപ്പം ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു എന്ന് പറയുമ്പോൾ ബാലനും കടന്ന് കരയാണ്. പ്രതീക്ഷകളെല്ലാം പോയി അല്ലേ, കിടക്കുവാണ്. എങ്കിലും ഇതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിൽ ദൈവം ഇതുപോലെ തന്നെ ഹാഗർ ഒരു വട്ടം സാറയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് അവളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ചും ദൈവം അവൾക്ക് വേണ്ടി ദൂതൻ അവിടെ പ്രത്യക്ഷനായിട്ട് പറയാണ്, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇഷ്മായേൽ എന്ന് പേരിടണം. അതായത് വാഗ്ദത്തം ഓൾറെഡി ദൈവം ഹാഗറിനോട് തൻ്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഹാഗർ പറഞ്ഞു, നീ എന്നെ കാണുന്നവൻ എന്നെ ഇവിടെയും കണ്ടു അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എൽറോയി എന്നൊക്കെ, അതായത് കാണുന്നവൻ, യേശു നമ്മുടെ അവസ്ഥയെ അറിയുന്നവൻ, നമ്മളെ കാണുന്ന ഒരു ദൈവമാണ് എന്നൊക്കെ വാഗ്ദത്തങ്ങളെ ഹാഗർ ഈ ഒരു അവസരത്തിൽ മറന്നുപോയി അല്ലേ. 21 അധ്യായത്തിൽ പറയുമ്പോൾ ഹാഗറിൻ്റെ പ്രതീക്ഷകളെല്ലാം പോയി. ഇനി മകൻ്റെ മരണം മാത്രമേ ഉള്ളൂ ഇനി മുമ്പിൽ. ഹല്ലേലൂയ, സ്തോത്രം അല്ലേ. അവളെല്ലാ വാഗ്ദത്തങ്ങളെ അല്പനേരത്തേക്ക് ഒരു മാതാവാണ്, മറന്നുപോയി. അവൾ കരയാന്നല്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ, യഹോവ ചെയ്ത വാഗ്ദത്തം കുറുങ്കാട്ടിൽ മേൽ കടന്നാലും ഹല്ലേലൂയ, അവിടെ ദൈവം ബാലൻ്റെ നിലവിളി കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഹാഗറിൻ്റെ കണ്ണിനെ ദൈവം തുറന്നു. അവളൊരു നീരുറവ കണ്ടിട്ട് പറഞ്ഞു, നീ വെള്ളം കൊടുത്തിട്ട് ബാലനെ എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ബാലൻ ഹല്ലേലൂയ, അവൻ എല്ലാ പ്രതീക്ഷയറ്റ അവിടെ കടക്കുകയാണ്, നിലവിളിക്കുകയാണ്. ആമേൻ, സ്തോത്രം. പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ യഹോവയാണ്. അവൻ അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ നിമിത്തം നിന്റെ ഇഷ്മായേലും അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവം അരുളി ചെയ്തതാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം പറഞ്ഞ കാര്യം ഹല്ലേലൂയ, അവൻ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്യാതിരിക്കില്ല. അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. അത് കുറുങ്കാട്ടിൽ പോയി കടന്നാലും ദൈവം എഴുന്നേൽപ്പിക്കേണ്ട സമയമാകുമ്പോൾ ആ വിഷയത്തെ ദൈവം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി അനുകൂലമാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം.
അങ്ങനെ അവനെ എഴുന്നേൽക്കി അവൻ വലിയ വില്ലാളിയാക്കി ആയി തീരുവാനായിട്ടിടയായി ഇവിടെ പറയാണ് അല്ലേ. അവൻ മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ എന്ത് ചെയ്തു? എല്ലാം ദൈവം ചെയ്ത ആ വാഗ്ദത്തം അവിടെ നിറവേറുവാനിടയായി തീർന്നു. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മളും ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിച്ച് മടുത്ത ചില വിഷയങ്ങളുണ്ടായിരിക്കും അല്ലേ. നിങ്ങളിൽ പലരും ഇപ്പം എന്നെ കേൾക്കുന്നവരിൽ പലരും ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു മടുത്ത് ഇനി അതിലില്ല മരണം, അല്ല അതിൻ്റെ അവസാനം അതോളൂ, ഇനിയില്ല, അതിനൊരു മറുപടി ലഭിക്കില്ലെന്നോർത്ത് നമ്മൾ ആ വിഷയത്തെ അവിടെ ഇട്ടിരിക്കുകയാണ്. ആമേ സ്തോത്രം. ഇനി പ്രാർത്ഥിച്ചിട്ട് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. ആമേ രക്തം ജയമെടുക്കുമാറാട്ടെ. കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്, അതിൻ്റെ അസ്തമിച്ച് അതിൻ്റെ അവസാനത്തോളം പോലും ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. ആമേ ആ തക്ക സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ അവൻ അവൻ്റെ പ്രവൃത്തി അയക്കും അല്ലേ. ഇസഹാക്കിനെയും മോറിയ മലയിലേക്ക് കൊടുത്തപ്പോൾ ആമേ സ്തോത്ര കത്തിയുടെയും ആ കത്തിയും അതും തമ്മിൽ ആ വെച്ച സമയത്താണ് ദൈവം അവിടെ എന്ത് ചെയ്തത്? ആ ഒരു വിഷയത്തിന് മറുപടി നൽകി. അതുപോലെ തന്നെയാണ് തക്ക സമയം, ദൈവത്തിനൊരു കറക്റ്റ് ടൈമുണ്ട്. ആ ടൈമിങ് ആകുമ്പോൾ നിൻ്റെ വിഷയത്തിന് മറുപടി ആട്ടെ ദൈവം വരത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഇതുപോലെ തന്നെയാണ് യോസേഫ് അല്ലേ. യോസേഫിന് ഒരുപാട് സ്വപ്നങ്ങളെ ദൈവം കൊടുത്തിരുന്നു. അപ്പം യോസേഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിപ്പാൻ വന്ന് അപ്പൻ്റെ വാക്കും കേട്ട് അവരെ അന്വേഷിക്കാനായിട്ട് വന്നപ്പോൾ ദൂരത്തുനിന്ന് കണ്ടപ്പോളേ അവനെതിരെ എന്താണ്? ഇവർ ഓരോ ദോഷങ്ങൾ നിരൂപിക്കുകയാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ പറയാണ്, അവർ ദൂരത്ത് നിന്ന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളയുക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. ഹല്ലേലൂയ. അവൻ നശിച്ചാൽ അവൻ്റെ സ്വപ്നങ്ങൾ നശിക്കും. ഇതാണ് ദുഷ്ടൻ ചിന്തിക്കുന്നത്. നീ ഒരു കഷ്ടത വന്നാൽ നീ നശിച്ചാൽ നിൻ്റെ വാഗ്ദാനങ്ങളും നിൻ്റെ ദൈവം നിന്ന വാഗ്ദത്തങ്ങളും നശിച്ചു പോവും നിന്നോടൊപ്പം. ഇതാണ് ദുഷ്ടൻ ചിന്തിക്കുന്നതെങ്കിൽ ദൈവം അവനെ എത്ര കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാലും, ഹല്ലേലൂയ സ്തോത്രം, അവനെ എത്ര കുണ്ടറയിൽ കൊണ്ടിട്ടാലും അതൊന്നും നിൻ്റെ സ്വപ്നങ്ങളെയോ ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങളെയോ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം ഇത് നിന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന നസ്രാനായ യേശുവാണ്. ഹല്ലേലൂയ. അത് പ്രാർത്ഥിച്ചു മടുക്കാതെ വണ്ണം പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കാത്തിരുന്ന ദർശനത്തിന് അവനൊരു അവധി വെച്ചിരിക്കുകയാണ്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക, സമയം തെറ്റത്തില്ല, അത് വരും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതുകൊണ്ട് ഈ നാളുകൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തുപോയ ചില വിഷയങ്ങളില്ലേ, തലമുറകളുടെ ഭാവിയില്ലേ, വാഗ്ദത്തങ്ങളില്ലേ, ഇവയൊക്കെ എന്താവും അല്ലെ. ഇശ്മായേലിൻ്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റ അവൻ്റെ മരണം അവൻ്റെ മുന്നിൽ കണ്ട സമയത്ത് ഹല്ലേലൂയ ദൈവം അവന് വേണ്ടി അവൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ബാലൻ്റെ നിലവിളി കേട്ട് അത് ബാലൻ്റെ മേലുള്ള വാഗ്ദത്തം നിറവേറണം. മാതാവിനെ കരഞ്ഞാലും ആ ബാലൻ്റെ നിലവിളി കേട്ടപ്പോഴൊരു നീരുറവ ദൈവം കാട്ടിക്കൊടുത്തു. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ വിഷയത്തിൻ്റെ നടുവ് നമ്മൾ പ്രാർത്ഥിച്ചു മടുത്ത വിഷയങ്ങളായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയാലും ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അത് നീ ആയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊന്നും ഒരു മറുപടി നിനക്ക് ലഭിക്കില്ലായിരിക്കും. ഒരു സാഹചര്യങ്ങളിൽ നീ ചിന്തിക്കുമായിരിക്കും, ഇപ്പം ഇനി രക്ഷ ഉണ്ടാകുമോ അല്ലേ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവം ഇതൊന്നുമല്ല നോക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളായിരിക്കുന്ന അവസരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷൻസ് ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. അവൻ പറഞ്ഞതുപോലെ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഏലിയാവും ഇതുപോലെ തന്നെയാണ്. ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് അവൻ എന്ത് ചെയ്യുന്നു? പല അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ പ്രാർത്ഥനയിൽ അനേക അത്ഭുതങ്ങൾ നടന്ന വ്യക്തി. ഹല്ലേലൂയ. ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് അവൻ എന്ത് ചെയ്യാണ്? പോയി എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ പ്രാണനെ നീ എടുത്തോ എന്ന് ദൈവത്തോട് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് അവനെ തട്ടിയിട്ട് പറയുകയാണ്, എഴുന്നേൽക്ക, ഇനിയും നിനക്ക് ഒരു ദൂരയാത്ര പോകാനായിട്ടുണ്ട്, അനേകരെ നിനക്ക് അഭിഷേകം ചെയ്യാനായിട്ടുണ്ട്. ഏലിയാവിനൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് വിഷയങ്ങളെ ഓർത്ത് നീറി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഹല്ലേലൂയ ഇനി മരിച്ചാൽ മതി, ഹല്ലേലൂയ ഇനി മുന്നോട്ടേക്കൊരു പ്രതീക്ഷയില്ല, എത്രയോ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി ഇല്ല എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൂതൻ ഏലിയാവിനെ വന്ന് വിളിച്ചതുപോലെ ഹല്ലേലൂയ എഴുന്നേൽക്ക, നീ തിന്ന് ബലം പ്രാപിക്കുക. ഹല്ലേലൂയ. ഹാഗറിനോട് ദൈവം പറഞ്ഞു, നീ ബാലനെ എഴുന്നേൽപ്പിക്കുക. അവൻ ഈ തുരുത്തിയില വെള്ളം കൊടുത്ത് അവനെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞതുപോലെ ഏലിയാവിനെ തൻ്റെ ദൂതൻ തട്ടിയിട്ട് പറഞ്ഞു, നീ എഴുന്നേൽക്ക, തിന്ന് തൃപ്തനാക, തിന്ന് ബലം പ്രാപിക്കുക,
പ്രാർത്ഥിക്കുക. നിനക്കൊരു ദൂരയാത്ര ഇനിയും പോകാനുണ്ട്. ഹാലലൂയ. നിന്നിലുള്ള അഭിഷേകം ഇനിയും നിന്റെ ശുശ്രൂഷ ബാക്കിയാണ്. ഹാലലൂയ. അല്ലാതെ മടുത്തു പോകാനല്ല, ജീവിത സാഹചര്യങ്ങളെ നോക്കി മടുത്ത് എന്ന് പറയുവാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മുന്നോട്ടേക്ക് പോവാൻ, നിന്റെ സ്വപ്നങ്ങളെ തകർക്കുവാൻ ഒന്നിനെയും കൊണ്ട് കഴിയുകയില്ല. യേശു നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലലൂയ, നിന്റെ സാഹചര്യങ്ങളെ നീ നോക്കണ്ട, സ്തോത്രം പറയുക, സ്തുതിക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട സമയങ്ങൾ കൊടുക്കുക. ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹാലലൂയ. ഈ കേട്ടപ്പെട്ട വചനപ്രകാരം നമ്മളെ തന്നെ ദൈവസന്നിധി നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഹാലലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്ര. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനോ നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അപ്പാ എന്ന് കേട്ടപ്പെട്ട വചനപ്രകാരം ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിൽ കർത്താവേ പ്രാർത്ഥിച്ച് മടുത്തുപോയ ചില വിഷയങ്ങളപ്പാ, അടഞ്ഞ വാതിലുകൾ ഇനി കർത്താവെ ആരെനിക്ക് വേണ്ടി തുറക്കുമെന്ന് ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ നടുവിലപ്പാ, നിന്റെ കരം അവിടുന്ന് നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് ഒരു തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പാ. നീ തക്ക സമയത്ത് ഉയർത്തു, അവൻ്റെ ബലമുള്ള കൈക്കീഴി താണിരിപ്പ ദൈവമേ. മനസ്സ് മടുത്തു പോകാതെ ആ വിഷയങ്ങളുടെ ആ നിലവിളിയുടെ നടുവിൽ യഹോവ ഇറങ്ങി വരുമല്ലോ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അപ്പം ചില വിടുതലുകൾ ചില വ്യക്തി ജീവിതങ്ങളിൽ നടക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നപ്പാ. ഒരിക്കൽ കൂടെ എല്ലാ വിഷയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. ഈ വചനപ്രകാരം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.